നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ ഹരിയേട്ടാ? നന്ദിത ചോദിക്കുമ്പോൾ ഹരി അവളെ ഒന്നുകൂടെ ശക്തമായി മുമ്പോട്ട് വലിച്ചു. വീട്ട് കൈ വേദനിക്കുന്നു, നന്ദിത പറഞ്ഞു. അത് ശ്രദ്ധിക്കാതെ ഹരി അവളെയും കൊണ്ട് മുമ്പോട്ട് ആഞ്ഞു നടന്നു. നന്ദിത കൈ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പരാജയപ്പെട്ടു. അമ്പലക്കുളത്തിന്റെ പടവുകൾ അവളെയും കൂട്ടി ഹരി ചവിട്ടി ഇറങ്ങി. വീട്ട് ഹരി, നന്ദിത കുതറി. ഹരി അവളുടെ കഴുത്തിലുള്ള പിടിവിട്ടു. അവന്റെ കയ്യിൽ നന്ദിതയുടെ കുപ്പിവള ഞെരിഞ്ഞമർന്ന് മുറിവേൽപ്പിച്ച ചോരത്തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു. ചോര പൊടിഞ്ഞ അവളുടെ കൈത്തലം ഹരി തൊടാൻ തുനിഞ്ഞു. വേണ്ട ഹരി, ഇതൊന്നും ശരിയല്ല. നന്ദിത പിൻപോട്ട് മാറി. ഹരി അടുത്തേക്ക് വരുംതോറും നന്ദിത പുറകോട്ട് മാറിക്കൊണ്ടേയിരുന്നു. അമ്പലക്കുളത്തിന്റെ മൺതിട്ടയിൽ നന്ദിത തട്ടി നിന്നു. ഹരി വേണ്ട. നന്ദിത അങ്ങനെ പറയുമ്പോഴും അവൾ എന്തൊക്കെയോ കൊതിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും പാകത്തിൽ അവളുടെ ചെഞ്ചുണ്ടുകൾ വിറക്കുകയും മൂക്കിന്മേൽ വിയർപ്പ് തുള്ളികൾ പൊട്ടുകുത്തുകയും ചെയ്തു. അവളുടെ ശ്വാസം ഹരിയുടെ മുഖത്തേക്ക് ശക്തിയായി വീശുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവളെ ഹരി കുറച്ചു നേരം നോക്കി നിന്നു. നീ പെണ്ണ്, കണ്ണൊന്ന് തുറക്കടി. നന്ദിത കണ്ണുകൾ തുറന്നപ്പോൾ ഹരി അവളുടെ അടുത്തുനിന്ന് മാറി അവളെ നോക്കുകയാണ്. ഓഹോ, ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എന്ത് തെറ്റാണോ നീ പറഞ്ഞ്? ഹരി വീണ്ടും ചോദിച്ചു. എനിക്ക് പോണം, എന്നെ തിരക്കുന്നുണ്ടാവും. നിക്ക് പെണ്ണേ. ഹരി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവന്റെ കയ്യിൽ നിന്നൊരു കടലാസ് പൊതി അവളുടെ കയ്യിൽ ഏൽപ്പിച്ച് പറഞ്ഞു. ഞാനിന്ന് വൈകിട്ട് മദ്രാസിന് പോവാ. ഞാൻ വരുന്ന നാൾ വരെ നീ എനിക്കായിട്ട് കാത്തിരിക്കുമോ? എങ്കിലിത് തുറന്നു നോക്കാം. നന്ദിത തുറന്നു. അതിൽ മഞ്ഞച്ചെടിയിൽ കോർത്ത രാലിലെ താലിയായിരുന്നു. അവളത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മിഴികൾ നിറഞ്ഞു. ഹരി അവളോടായി പറഞ്ഞു. കണ്ണ് നനയിക്കാനല്ല പെണ്ണേ, കൂടെ കൂട്ടാനാണ്, കാത്തിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഹരിയുടെ മാറിലേക്ക് നന്ദിത മുഖമമർത്തി. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഇനി ചെല്ല്, നിന്നെ തിരക്കുന്നുണ്ടാവും. അവൾ അവനിൽ നിന്നും പുറകോട്ട് മാറി. പടവുകൾ ചവിട്ടി കയറുമ്പോൾ ഹരി അവളുടെ കൈത്തിളം അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഓണം കഴിഞ്ഞ് പോയാ പോരെ? പറ്റില്ല പെണ്ണേ, കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ വിലയാ ഈ ജോലി. പറഞ്ഞ സമയത്ത് ചെന്നില്ലെങ്കിലേ ജോലി വരെ ആണുങ്ങൾ കൊണ്ടുപോകും. നീ എന്തിനാടി വിഷമിക്കുന്നേ? ഞാൻ വരും. ഹരി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വർഷം 2 കഴിഞ്ഞു. ഇടയ്ക്കുള്ള ഫോൺ വിളിയും പിന്നെ ഹരി അവൾക്ക് കൊടുത്ത മഞ്ഞച്ചരട് മാത്രമായിരുന്നു നന്ദിതയുടെ ലോകം. അമ്പലത്തിൽ പോകും വഴിയാണ് ആദ്യമായി ഹരിയെ കാണുന്നത്. ആൾത്തറയിൽ കാൽമേൽ കാൽ കയറ്റിവെച്ച് കിടക്കുന്നതാണ് പതിവ് കാഴ്ച. ഒരിക്കൽ പോകുന്ന വഴി ഹരി അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആ ദാവണി കൊണ്ട് കൈമറക്കരുത്. ആരെങ്കിലും കളിയാക്കുവാണെങ്കിൽ പറഞ്ഞേക്ക് നീ ഹരിയുടെ പെണ്ണാണെന്ന്. ആ ഒരു വാക്കിലാണ് സമൂഹ വികലാംഗ എന്ന് പരിഹസിച്ചിരുന്ന അവളിൽ സ്വപ്നങ്ങൾ മുട്ടിട്ടത്. പിന്നീട് അങ്ങോട്ട് സ്നേഹം കൊണ്ട് ഹരി അവളെ വീർപ്പ് മുട്ടിച്ചു. ടെലിഫോൺ നിർത്താതെ ശബ്ദിച്ചു. നന്ദിത ഓർമ്മയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഫോൺ കയ്യിലെടുത്തവൾ ഹലോ പറയും മുമ്പേ അവൾക്കത് ഹരിയാണെന്ന് ബോധ്യപ്പെട്ടു. എന്നെ കാത്തിരിക്കരുത് പെണ്ണേ. ഹരിയേട്ടാ, അവൾ ഉച്ചത്തിൽ വിളിച്ചെങ്കിലും അപ്പുറന്നൊരു അനക്കം അവൾ കേട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷം നന്ദിതയ്ക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ, നന്ദിതയല്ലേ? അവൾ ശബ്ദിക്കും മുമ്പേ അയാൾ പറഞ്ഞു. ഞാൻ ഹരിയുടെ കൂടെ ജോലി വയ്ക്കിരുന്ന ആളാണ്, പേര് ശിവ. തന്നെക്കുറിച്ച് ഹരി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഹരിയെ വണ്ടി ഇടിച്ചതാ, എന്നെ മടി കിടന്നിട്ടാ അവൻ നിങ്ങളെ വിളിച്ച്. നാട്ടിലേക്ക് പോയി കൊണ്ടുപോരുന്നെന്ന് അയാൾ പറഞ്ഞു. എല്ലാം ഇവിടെ നടത്തി. അയാൾ പറഞ്ഞു തീരും മുമ്പേ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണിരുന്നു. കയ്യിൽ ഹരി കൊടുത്ത മഞ്ഞച്ചരടും എടുത്ത് അവൾ അമ്പലക്കുളം ലക്ഷ്യമാക്കി നടന്നു. അന്ന് ഹരി തന്നെ വലിച്ചു കൊണ്ടുപോയ അതേപോലെ അവൾക്ക് തോന്നി. കുളത്തിലെ ആഴങ്ങൾ അവളെ മാടി വിളിച്ചു. ഉന്മാദിയെപ്പോലെ അവൾ ഇറങ്ങിച്ചെന്നു. അമ്പലക്കുളത്തിൽ അവളുടെ ശവം പൊങ്ങുമ്പോൾ ഹരി അവളെ ഏൽപ്പിച്ച മഞ്ഞച്ചരട് ചേർത്ത് പിടിച്ചിരുന്നു, മരണത്തിലും പിടിവിടാതെ. അവളെ വന്നു കണ്ടിട്ട് കയറിപ്പോകുന്നവർ ഇറങ്ങി വരുന്നവരോട് പറയുന്നുണ്ടായിരുന്നു. വിധിയാ ആ പെണ്ണിന്റെ, ഭഗവതി വിധിച്ച വിധി തൂത്താമായില്ല.